പുനലൂർ നഗരസഭയിൽ കുടിവെള്ള പ്രശ്നം സംസാരിക്കാനെത്തിയ അഷ്ടമംഗലം ചരുവിള വീട്ടിൽ രവീന്ദ്രനാഥിനെ നഗരസഭാ ജീവനക്കാരും പോലീസും മർദ്ദിച്ചതായി പരാതി. നഗരസഭാ ജീവനക്കാർ കൈകാര്യം ചെയ്ത് പോലീസിന് കൈമാറിയതിനെ തുടർന്ന് സ്റ്റേഷനിലെത്തിച്ചായിരുന്നു ബാക്കി മർദ്ദനമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പറഞ്ഞ് ഇന്ന് നമുക്ക് കിണറില്ല, എനിക്ക് സുഖമില്ലാത്തവർ വെള്ളം കോരാക്കത്തില്ല, അങ്ങനെ എന്നും പറഞ്ഞ് ഇന്ന് പൈസ ഞങ്ങൾ കണ്ടോട്ടാന്ന് പറഞ്ഞത് മദ്യവെച്ചുണ്ട് കാലം മദ്യവെച്ചപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞില്ല. ഇന്ന് പ്രശ്നം ഉണ്ടാക്കി വന്നപ്പോൾ അവരാണെങ്കിൽ ഞാൻ വിളിച്ചു പറഞ്ഞ് അവിടെ നിന്നവരും അടിച്ച് പോലീസും എല്ലാം എസ് ഐ എല്ലാം അടിച്ചത് എസ് ഐ അടിച്ചില്ല പോലീസ് അടിച്ചു പറയും. അവിടെ അടിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ വിളിച്ചു, ഞാൻ ഉച്ചകഴിഞ്ഞ് കാണാൻ ഉച്ചകഴിഞ്ഞ് വിളിച്ചപ്പോഴേ ഇവർ പോലീസ് ഫോൺ മാനേജർ ഫോൺ എടുത്തില്ല, എന്നാൽ പോലീസ് സ്റ്റേഷനുണ്ടെന്ന് അവർ പറയുന്നില്ല. ശനിയാഴ്ച 10 മണിയോടെയാണ് രവീന്ദ്രനാഥ് പുനലൂർ നഗരസഭയിൽ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് എത്തിയത്. അഷ്ടമംഗലം പ്രദേശത്ത് കുടിവെള്ളമില്ലാത്തതിനാൽ 2 വർഷം മുമ്പ് പൈപ്പ് കണക്ഷന് അപേക്ഷിക്കുകയും പണമടയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെ കണക്ഷൻ നൽകാത്തതിനാൽ വിവരമറിയാൻ നഗരസഭാ കാര്യാലയത്തിൽ രവീന്ദ്രനാഥ് എത്തുകയായിരുന്നുവത്രേ. കുടിവെള്ള പ്രശ്നം ഉന്നയിച്ച് ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് നഗരസഭാ ജീവനക്കാർ ഓഫീസിൽ വെച്ച് മർദ്ദിക്കുകയും പോലീസിനെ കൈമാറുകയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതായി രവീന്ദ്രനാഥ് പറയുന്നു. ഞാൻ കുടിവെള്ളത്തിന് മുനിസിപ്പാലിറ്റി പോയി, അവിടുന്ന് പിന്നെ എന്നെ പോലീസ് സ്റ്റേഷനിൽ രാവിലെ കൊണ്ടുപോയതാണ്. ഇപ്പോഴാണ് എൻ്റെ ഭാര്യ അമ്മായിമ്മ വന്നപ്പോഴാണ് വിട്ട. ഇനി എവിടെയൊക്കെ ചവിട്ടി നീ മൂത്രം പോകുന്നില്ല, ചെവി പഴുപ്പ് വരുന്നു. സ്റ്റേഷന് അറിയത്തില്ല സാർ, പോലീസുകാരാണ് കൂടുതലും പോലീസാണ്. മുനിസിപ്പാലിറ്റി വെച്ച് വേറെ ചന്ദനം കുറിയിട്ട ഒരാൾ, ഒരു വെളുത്ത ഒരാൾ. ആ ചെവിയിലൂടെ രക്തം വന്നതായും മൂത്രതടസ്സമുള്ളതായും രവീന്ദ്രനാഥ് പറയുന്നു. രാവിലെ 11 മണിക്ക് കൂട്ടിക്കൊണ്ടുപോയ പോലീസ് വിവരം വീട്ടിൽ അറിയിച്ചില്ലെന്നും വൈകിട്ട് വിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയപ്പോൾ തട്ടിക്കയറിയതായും ബന്ധുക്കൾ പറയുന്നു. സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. രവീന്ദ്രനാഥ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.